സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബട്ട് അതിന്റെ ക്രിയേറ്റേഴ്സ് ആരാണെന്ന കാര്യം ഭൂരിഭാഗം പേരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. രണ്ട് ബ്രദേഴ്സാണ്, ഡഫർ ബ്രദേഴ്സ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു സീരീസ് ഉണ്ടാക്കിയത്. ഇന്ന് സിനിമയിലെ ടോപ്പ് ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡഫർ ബ്രദേഴ്സിന്റെ പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡഫർ ബ്രദേഴ്സ് ഇതിനു മുമ്പ് ആദ്യമായിട്ട് ചെയ്തത് ഒരു സിനിമയായിരുന്നു. ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് സൈഫൈ ബാക്ക്ഡ്രോപ്പ് ഉള്ള ഒരു പടം. അതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പടത്തിന്റെ പേര് ഹിഡൻ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വൈറസ് ഔട്ട് ബ്രേക്ക് നടക്കുന്നു. അതിൽ നിന്ന് സർവൈവ് ആവുന്ന ഒരു ഫാമിലിയുടെ കഥയാണ് നമ്മൾ കാണുന്നത്. അച്ഛൻ, അമ്മ, മകൾ, ഇവർ മൂന്ന് പേരും ഒരു ബങ്കറിനകത്ത് എങ്ങനെ സർവൈവ് ആകുന്നു, അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പടം ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് സിനിമ ട്രെയിലർ ആൻഡ് വി ഗോണ ടോക്ക് അബൌട്ട് ഹിഡൻ. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് പോലെ തന്നെ നമുക്ക് ആ ഒരു ബങ്കറാണ് കാണിക്കുന്നത്. കുട്ടി ഞെട്ടി ഉണർന്നപ്പോഴും നമുക്ക് കാര്യം മനസ്സിലായി അതൊരു സ്വപ്നമായിരുന്നു. മോളെ പേടിക്കേണ്ട, ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അമ്മ ഒന്ന് ആശ്വസിപ്പിക്കുന്നു. ഇല്ലമ്മ, അതുകൾ നമ്മളെ തേടി വന്നിട്ടുണ്ട്, അവർ മുകളിലുണ്ട്, ആ ബ്രീത്തേഴ്സ്. മോളെ ഇവിടുത്തെ 4ാമത്തെ റൂൾ എന്താണ്? ഇല്ലമ്മ, ഞാനല്ല, ഈ ഒലിവാണെന്ന് പറഞ്ഞ് ഇവളുടെ കയ്യിലുള്ള ബൊമ്മയെ കാണിച്ചു കൊടുക്കുക. എന്നാൽ മോള് തന്നെ ഒലിവിനോട് പറഞ്ഞു, ഇനി അത് ഓർത്ത് പേടിക്കേണ്ട, അങ്ങനെ ആരും വരത്തില്ല, നമ്മുടെ അച്ഛൻ അവിടെ കാവൽ നിൽക്കുന്നുണ്ട്, ഉറപ്പ് വന്നില്ല നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലുക. സോ ഈ ഒരു ബങ്കറിന് വെളിയിലുള്ള എന്തിനെയോ ഇവർ പേടിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണ് ഏതാണെന്ന് പറയുന്ന കാര്യമൊന്നും നമുക്ക് കാണിക്കുന്നില്ല. ആകെ നമുക്കറിയുന്നത് ഇവരതിനെ വിളിക്കുന്നത് ബ്രീത്തേഴ്സ് എന്ന പേരിലാണ്. ഈ ബങ്കറിനകത്ത് ഇവരാകെ 3 പേരേ ഉള്ളൂ. അച്ഛൻ റേ, ഭാര്യ ക്ലെയർ ആൻഡ് മകൾ സോയ്. അങ്ങനെ ഇവർ രണ്ടുപേരും അച്ഛനടുത്ത് ചെല്ലുന്നു. അച്ഛൻ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, മോളെ പേടിക്കേണ്ട, ഞാൻ എല്ലാ ദിവസവും രാത്രി നോക്കുന്നതല്ലേ, ഇവിടെ ഒരു ബ്രീത്തേഴ്സും ഇല്ല എന്ന് പറഞ്ഞ് കൊച്ചിനോട് പറയാം. സോയ് മെല്ലെ ആ ഒരു ഡോറിന്റെ അടുത്തോട്ട് എന്നിട്ട് ഇത് നല്ലപോലെ ലോക്ക് ആയിട്ടല്ലേ കിടക്കുന്നത്, അതേ മോളെ സേഫ് ആണ്, സംശയമുണ്ട് നീ ഇതിനെ പോയി നോക്ക് എന്ന് പറഞ്ഞ് കൊച്ചിനോട് പറയുന്നു. ഹേ റേ, ചുമ്മാ ഇരുന്നേ, മോൾ അതൊക്കെ ലോക്ക് ആയിട്ട് തന്നെ ഇരിക്കുന്നത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അമ്മ അതിനെ തടയുക. നീ എന്തിനെ ടെൻഷൻ അടിക്കുന്നത്, അവൾ പോയി നോക്കിയിട്ട് വരട്ടെ. അതേമേ പേടിക്കണ്ട, എനിക്ക് എല്ലാ റൂൾസും അറിയാം. റൂൾ നമ്പർ 1, ഒച്ച ഉണ്ടാക്കരുത്. റൂൾ നമ്പർ 2, കൺട്രോൾ വിടരുത്, എപ്പോഴും കാമായിട്ടിരിക്കണം. 3ാമത്, ഒരിക്കലും ഈ ഒരു ഡോർ തുറക്കരുത്. 4ാമത്തെ റൂൾ, ഒരിക്കലും ബ്രീത്തേഴ്സിനെ ഇവർ സംസാരിക്കരുത്. കണ്ടില്ല, ഞാനൊന്നും മറന്നിട്ടില്ല, എനിക്ക് എല്ലാം ഓർമ്മയുണ്ടെന്ന് കൊച്ച്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ കൊച്ചും അവർ ഏണി കയറിയിട്ട് ആ ഒരു ലോക്ക് സേഫ് ആണോ എന്ന് നോക്കാൻ വേണ്ടി പോവുക. അവൾ മോളിൽ ചെന്നിട്ട് ആ ഒരു ചെയിനി പിടിച്ച് വലിച്ചിട്ട് അത് ലോക്കാണെന്ന് ഉറപ്പ് വരുത്തുന്നു. അങ്ങനെ സോയും താഴോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്ഥലം എല്ലാം കാണിച്ചു തരുന്നത്. സോ ഇവർ എത്ര നാളെ ഈ ഒരു ബങ്കറിനകത്താണ് എന്ന് പറയുന്ന കാര്യം കാണിക്കാൻ വേണ്ടി അവർ ചുമരിനകത്ത് അവർ ഓരോ ദിവസം ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 അല്ല 2 അല്ല, കഴിഞ്ഞ 300 ദിവസമായിട്ട് ഇവർ ഈ ഒരു ബങ്കറിനകത്ത് മാത്രമാണ്. ഇന്ന് 301ാമത്തെ ദിവസമാണ്. അമ്മ ഒലിവറിന് വിശക്കുന്നു, അതിനിപ്പോൾ എന്താ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഇവർ കഴിക്കാൻ വേണ്ടി പോവുക. സോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു ഒലിവർ എന്ന് പറയുന്ന ഈ ഒരു പാവക്കുട്ടി. അതിന്റെ ബാക്കിലെ നൂല് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ശബ്ദം ഉണ്ടാക്കും, സംസാരിക്കും, പാട്ട് പാടും, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യും. അങ്ങനെ ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴാണ് അവിടുത്തെ വെള്ളം വരുന്നതിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ റേ അവിടെ ചെന്നിട്ട് അത് നേരാക്കാൻ വേണ്ടി നോക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് നേരായി വെള്ളം വരുന്നുണ്ട്. ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയമാണ് സോയി, അമ്മ നമ്മുടെ ഫുഡ് ആരോ കട്ടുകൊണ്ട് പോയി എന്ന് പറയുന്നത്. നീ ചുമ്മാ കളിക്കാതെ കഴിക്കും സോയി എന്ന് അമ്മ പറയുക. അമ്മ ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നത്, സംശയമുണ്ട് ഇവിടെ വന്ന് നോക്ക് എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇവിടെ വിളിക്കുന്നു. ഇവരും അടുത്ത് വന്ന് നോക്കുന്ന സമയത്താണ് സംഭവം ശരിയാണ്. അവരുടെ ഫുഡുള്ള ഒരു ക്യാൻ കാലിയാണ്. അതിന്റെ സൈഡിലായിട്ട് വലിയൊരു ഓട്ടയുണ്ട്. ഇവരപ്പോൾ തന്നെ റാക്കി ചെന്നിട്ട് ഇവർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അതിലുള്ള എല്ലാ ക്യാനും ഇതേപോലെ തന്നെ ഓട്ടയായി കിടക്കുക. ഇവർ സേവ് ചെയ്ത് വെച്ച ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഇതോടെ തന്നെ തീർന്നുപോയി. ഇത് കാണുമ്പോൾ എന്തോ എലി കറണ്ടി പോലെ എനിക്ക് തോന്നുന്നതെന്ന് റേ. പക്ഷെ ഇങ്ങോട്ട് എങ്ങനെ എലി വരും, ഡോർ നമ്മൾ തുറക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ കുട്ടി. എലിക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഡോർ മാത്രമല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞ് ക്ലിയർ ഒരു സ്ഥലത്തോട്ട് നോക്കുന്നുണ്ട്. സോ ഇവരുടെ ബങ്കറിലേക്ക് ആവശ്യമുള്ള സൺലൈറ്റും എയറെല്ലാം കിടക്കാൻ വേണ്ടി അവർ ചെറിയൊരു ഹോൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ചെറിയൊരു ഗ്രില്ലൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു എലിക്ക് വരാൻ അത് ധാരാളമാണ്. അപ്പോൾ സോയി, അങ്ങനെയാണെങ്കിൽ ബ്രീത്തേഴ്സിനും ഇതിലൂടെ വരാൻ പറ്റില്ലേ? ഇല്ല മോളെ, അതുകൾക്ക് പറ്റത്തില്ല, അവർക്ക് വരാൻ ഇതിനേക്കാളും വലിയൊരു ഓട്ടമാണ്. ഈ എലി ഇവിടെ ഉള്ളിടത്തോളം നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫുഡിൽ എപ്പോഴും ഒരു കണ്ണ് വേണം. മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവും കുറയ്ക്കണം. ആൾറെഡി നമ്മൾ കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എങ്ങനെയാണ് കുറയ്ക്കുക? ഞങ്ങളോട് ക്ഷമിക്കുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് ഇവർ 3 പേരും ഫുഡ് കുറച്ച് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇവൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പീച്ചിന്റെ ആയിരുന്നു. അതാണെങ്കിൽ ഇപ്പോൾ എലി മൊത്തം തീർക്കുകയും ചെയ്തു. അതുകൊണ്ട് ബീൻസ് ആണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ ഇവൾക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് വേണ്ട ഈ ഒരു ബീൻസ്, എനിക്ക് എൻ്റെ പീച്ച് വേണം എന്ന് സോയ് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് വാശി പിടിക്കുന്നുണ്ട്. മോളെ ഇവിടെ നോക്ക്, നമ്മുടെ 2ാമത്തെ റൂൾ എന്താ? ഒരിക്കലും കൺട്രോൾ വിടരുത്. നീ ഒന്ന് സമാനപ്പെട്ടെ, നമുക്ക് വഴി ഉണ്ടാക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ പറ. ഇത്രയും ദിവസം ഈ ഒരു ബങ്കറിനകത്ത് പുറത്തു പോകാൻ പറ്റാതെ ഇതിനകത്ത് ഇങ്ങനെ അടഞ്ഞു കിടക്കുക, കളിക്കാനും പറ്റുന്നില്ല, കൂട്ടുകാരും ഇല്ല. ആകെ ഉണ്ടായിരുന്ന ഈ ഒരു ബൊമ്മയാണെങ്കിൽ 4 വാക്കല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് പറയത്തുമില്ല. ഇതിലിപ്പോൾ ഞാൻ ദേഷ്യപ്പെടാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതെന്ന് നീ അങ്ങനെ പറഞ്ഞാൽ, നിന്റെ കൂട്ടുകാരായിട്ടല്ല ഞങ്ങളുള്ളത്, നിന്റെ കൂടെ ഞങ്ങൾ കളിക്കുന്നുണ്ട്, നിനക്ക് എന്ത് ഞങ്ങളോട് പറയാം. പിന്നെ പുറത്തെന്താ സംഭവിച്ചതെന്ന് നീയും കണ്ടതാണ്, ഞാനായിട്ട് നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ ബങ്കറിന്റെ വെളിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല, പോരാത്തിന് പറയാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ ഇനി അവശേഷിക്കുന്നത് നമ്മൾ മാത്രമായിരിക്കും. നമ്മുടെ ഭാഗ്യത്തിൽ നമുക്ക് ഈ ഒരു ബങ്കർ കിട്ടി. ഈ ബങ്കർ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ 300 ദിവസം നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ആ ഒരു ചുമരിൽ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടില്ലേ? അതിൽ ഓരോന്നും ഓരോ ദിവസമല്ല, ഓരോ അതിശയങ്ങളാണ്, ഓരോ മിറാക്കിളാണത്. ഇതെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് നീ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ടോ അത് വെച്ച് സന്തോഷിക്കാൻ നീ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ അതിശയമായിട്ട് നിനക്ക് ഇവിടെ ഫുഡുണ്ട്, അത് നീ കഴിച്ച് വേഗം തീർക്കുവാണെങ്കിൽ മോളെ അച്ഛനൊരു ടൂർ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് റേ പറയുമോ. ഇത് കേട്ട കൊച്ചിനും ഭയങ്കര ഹാപ്പി ആയിട്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് അച്ഛൻ്റെ കൂടെ ടൂർ പോകാൻ റെഡിയാവുന്നു. ഈ ടൂർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ബോർഡ് ഗെയിം. അതായത് ഈ പാമ്പുകോണിയും പോലെ ഇവർ ഓരോ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു എന്ന രീതിയിൽ ചുമ്മാ ടൂർ പോലെയൊക്കെ ഇവർ പറയുന്നത്. അങ്ങനെ ഡൈസ് കിട്ടുന്നു. ഇവർ ആ ഒരു കാറിൽ ഒരു ഐസ്ക്രീം ഷോപ്പിൽ
എത്തി കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഇവരിന് ചുമ്മാ ഒരു സില്ലി ആയിട്ടൊരു ഗെയിം കളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചീട്ട് വെച്ച് കളിക്കുന്നുണ്ട്. അങ്ങനെ ചുമ്മാ കുറച്ച് നേരം കൊച്ചിനോട് കളിച്ചിട്ട് അവളെ ഒന്ന് ഓക്കെ ആയിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഭാര്യയും ഭർത്താവ് വരുന്ന സംസാരിക്കുന്നത്. റെയിനി നമ്മൾ എന്ത് ചെയ്യും, ഫുഡില്ല നമ്മുടെ കയ്യിൽ, ശരി നീ ടെൻഷൻ ആവണ്ട, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, ഇനി ഒന്നും കണ്ടില്ലെങ്കിൽ ഞാൻ നേരിട്ട് പുറത്തു പോയി എന്തെങ്കിലും കിട്ടുമോ നോക്കാം. പുറത്തു പോകാൻ നിങ്ങൾ എന്ത് ഈ പറയുന്നത്, അവിടെ ബ്രീത്തേഴ്സ് ഉണ്ട്. അതെനിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലോ ക്ലിയർ. അവർ കാണാതെ ഇനി എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവരെ എങ്ങനെ മറികടന്ന് വരണമെന്ന് എനിക്കറിയാം. ഇല്ല അത് ശരിയാവില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഭയങ്കര റിസ്ക്കിയാണ്. ക്ലിയർ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ബങ്കറിലോട്ട് വന്നപ്പോൾ എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. എന്ത് സാഹചര്യം ആയിക്കോട്ടെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിയായിരിക്കണം. അവൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് എന്തും. അതുകൊണ്ട് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ബങ്കറിനെ ചുറ്റിപ്പറ്റിയാണ്. സോ ഇതിൽ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ നമ്മൾ നോക്കണം. അതിന് ഏത് എക്സ്റ്റെന്റ് വരെ പോകണോ അത്രയും. അങ്ങനെ ഇവരും സംസാരിച്ച ശേഷം നേരെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ചെല്ലുന്നു. ഇവരും കിടക്കുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ റേയ്ക്ക് അന്ന് എന്ത് നടന്നു എന്നുള്ള കാര്യം പെട്ടെന്ന് അവൻ്റെ മൈൻഡിലോട്ട് വന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. ഇപ്പോൾ നമ്മുടെ സോയി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അമ്മ അച്ഛൻ പറഞ്ഞ് ശരിയായിരിക്കും, ഈ ഭൂമിയിൽ ഇനി നമ്മൾ മാത്രമേ ജീവനോട് ഉണ്ടാവുള്ളൂ, ആ സംശയം നമുക്ക് ഇപ്പം തന്നെ നേരാക്കാം എന്ന് പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ട് ക്ലെയർ ഒരു സ്ഥലത്തിലോട്ട് ചെല്ലുക. എന്നിട്ട് ഇവർ ബങ്കറിന്റെ ഉള്ളിൽ നിന്നും വെളിയിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടി ഇവരൊരു പെരിസ്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ആ ഒരു ബങ്കറിനകത്തുള്ള ഒരു ഹോളിലേക്ക് വിട്ട് ആ ഒരു പെരിസ്കോപ്പ് ത്രൂ വെളിയിൽ എന്ത് നടക്കുന്നു എന്ന് ഇവർ കാണാറുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ കൊല്ലൂന്ന് പറഞ്ഞിട്ട് അമ്മ തന്നെ ഇപ്പോൾ ചെയ്യാൻ പറയുവാണോ? സാരമില്ല, ആ പറഞ്ഞ അമ്മ തന്നെ നിന്റെ ഈ സാധനം തരുന്നേ, നീ നോക്ക് എന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ തന്നെ പെരിസ്കോപ്പ് കൊടുത്ത് നീ തന്നെ നോക്കിക്കോ എന്ന് ക്ലെയർ പറയാണ്. സോയും ക്യൂരിയസ് ആണ് വെളിയിൽ എന്ത് നടക്കുന്നു നടക്കുന്നു കാര്യം അറിയാൻ വേണ്ടി. ഇങ്ങനെ സോയ ഒരു പെരിസ്കോപ്പിൽ കൂടെ നോക്കുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മളും പുറത്ത് എന്ത് നടക്കുന്നു എന്ന് പറയുന്ന കാര്യം അറിയുന്നത്. വലിയ ആളനൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ചുറ്റും കാടും മലയും പൊട്ടി ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുക. അമ്മ ഇതിലൂടെ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ക്ലെയർ മോൾക്ക് ആ ഒരു നമ്മുടെ ബങ്കറിന്റെ ഒരു ഡോറ് കാണുന്നുണ്ടോ എന്ന് നോക്കി. ഡോറ് ഇല്ല അതും കാണുന്നില്ലല്ലോ. ഡോറ് കാണുന്നില്ല. പക്ഷെ മോളൊന്ന് ആലോചിച്ച് നോക്കി, അവിടെ ഡോറ് കാണുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഡോർ ഇല്ലെന്നാവുന്നില്ലല്ലോ. സത്യങ്ങളും യാഥാർത്ഥ്യം അതുപോലെ തന്നെയാണ്. അത് നമുക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞ് അത് ഇല്ലാതാവുന്നില്ല. ഈ ബങ്കറിലേക്ക് വന്ന സമയത്ത് ഞാനും മോളുടെ അച്ഛനും ചേർന്നിട്ട് ആ ഒരു ഡോർ മറച്ചു വെച്ച് ഇങ്ങനെ ഇവിടെ ഒരു ബങ്കർ ഉള്ള കാര്യം ആരും അറിയരുത്, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അങ്ങനെ അമ്മ പറയുന്ന പോലെ ആണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ജീവനോടിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ പോലെ തന്നെ ഏതെങ്കിലും ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസ് അവർക്കും കിട്ടിയിട്ടുണ്ടാവും, അവരും സേഫ് ആയിരിക്കും. പക്ഷെ അവരെന്തിനാ ഒളിച്ചിരിക്കുന്നത്? നമ്മളെ പോലെ തന്നെ ബ്രീത്തേഴ്സ് അവരെയും വേട്ടയാടുമോ? അതെ, തീർച്ചയായിട്ടും. എന്തിനാ ബ്രീത്തേഴ്സ് നമ്മൾ ഇത്രയും ചോദിക്കുന്നത്? അതുകൾക്ക് നമ്മളോട് വല്ല പക വല്ലതും ഉണ്ടോ? ഇത് പകയുടെ അല്ല പോലെ, നമ്മളും അവരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ അവരെ ഭയക്കുന്ന പോലെ അവർ നമ്മളെ ഭയക്കുന്നുണ്ട്. ആ ഭയം, ആ പേടിയാണ് അവരെ വേട്ടയാടാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിനെല്ലാം കാരണം അന്ന് നടന്ന ആ ഒരു സംഭവമാണ്. എനിക്ക് ഓർമ്മയുണ്ടപ്പോൾ ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറഞ്ഞു സോയി. ഇപ്പോഴും അവിടെ എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണിച്ചിട്ടില്ല. ഇങ്ങനെ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയമാണ് നമ്മുടെ സോയി അപ്പുറത്തായിട്ട് ആ ഒരു എലി ഇങ്ങനെ കറണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന കാര്യം അവള് ഗ്യാപ്പിൽ കൂടെ കാണുന്നത്. ക്ലെയറും കാണുന്നു. കയ്യിൽ കിട്ടിയ ഒരു കമ്പി എടുത്ത് റേ ആണെങ്കിൽ ഒരു കത്തിയും പിടിച്ച് അതിനെ കൊല്ലാൻ വേണ്ടി നടക്കുക. അതിനെ വെറുതെ വിടാൻ പറ്റില്ല, കാരണം അത് പിന്നീട് ഇവർക്ക് തന്നെ ആവത്തായിട്ട് മാറും. അണ്ണൻ വലിയ കാര്യത്തിൽ കത്തി എടുത്ത് കുത്താൻ നോക്കി, പക്ഷേ കിട്ടിയില്ല. എലിയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് ഓട്ടം. അങ്ങനെ അത് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്യാസ് ലൈറ്റും തട്ടി മറിച്ചിട്ടാണ് അത് പോകുന്നത്. ഇവരതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും എലി കൊല്ലണം എന്ന് പറഞ്ഞ് അതിന് പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം. ഓർക്കണം, ബങ്കറിന്റെ അകത്ത് ശബ്ദവേ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ടീംസാണ് ഈ എലിയെ പിടിക്കാൻ പറഞ്ഞ് ഈ നെട്ടോട്ട് ഓടുന്നത്. ഇനി എലി ഓടി നേരെ ഒരു പൊത്തിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ക്ലെയർ അവളുടെ കമ്പി വെച്ച് അവർ എലിയെ അടിച്ച് കൊല്ലുന്നു. ബട്ട് ടേബിളിൽ വീണ ഒരു ഗ്യാസ് ലൈറ്റിൽ നിന്ന് ഗ്യാസ് ലീക്കായി അവിടെ തീ കത്താൻ തുടങ്ങുന്നു. റേ അത് എങ്ങനെയെങ്കിലും കെടുത്താൻ വേണ്ടി കുറെ നോക്കുന്നുണ്ട്, പക്ഷെ എത്ത് നോക്കിയിട്ട് നടക്കുന്നില്ല. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു ഗ്യാസ് അങ്ങ് പൊട്ടിത്തെറിച്ചു. ആ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ടേബിൾ തന്നെ നിന്ന് കത്താൻ തുടങ്ങി. ഇവർക്ക് കൈ കിട്ടിയ ബ്ലാങ്കറ്റും അതും ഇതും ഒക്കെ വെച്ചിട്ട് അവർ കെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്, ബട്ട് നടക്കുന്നില്ല. വെള്ളം എടുത്ത് കുടിക്കാന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അവിടെ എന്തോ ഒരു സ്റ്റക്കായി പോകുന്നു. അതിനും കുറെ നേരം പിടിച്ച് വലിച്ച് റേ ഇങ്ങനെയൊക്കെ കുറച്ച് വെള്ളം എടുത്ത് ആ ഒരു തീ അണയ്ക്കുന്നു. ബട്ട് അപ്പോഴേക്കും തന്നെ ആ ഒരു തീ കത്തി അതിന് പുക വെളിയിലോട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പുക ആ ഒരു ബങ്കറിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഹോൾ ത്രൂ വെളിയിലോട്ട് പോകാനും തുടങ്ങി. ഇത് കണ്ടതും ഇവർ അടിമുട്ടി വറയ്ക്കുന്നു. കാരണം ഈ ഒരു പുക കണ്ടു കഴിഞ്ഞാൽ ബ്രീതേഴ്സ് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കും എന്നൊരു കാര്യം ഓർത്തിട്ട്. അപ്പോൾ ആ ഒരു പുക ആ ഒരു ഹോളിൽ കൂടെ ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത് നമ്മുടെ പേര് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് നേരെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. സോ ഇവർ കിങ്സ്വെയിൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൗണിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ക്ലെയർ ഇങ്ങനെ കിച്ചണിൽ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവിടേക്ക് റേ വരുന്നു. സോ ഇപ്പോൾ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് ഇവർ ചുമ്മാ ഒരു ട്രിപ്പ് പോകാന്ന് പറഞ്ഞ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക. അപ്പം പെട്ടെന്ന് ഇവരുടെ കൂടെ ആ ഒരു ട്രിപ്പിന് വരാം എന്ന് പറഞ്ഞ് അപ്പുറത്തെ വീട്ടുകാർ ഇപ്പോൾ വരുന്നില്ല, അവർ വേറെ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് വേഗം സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോകുന്നു. അവരോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് മറുപടി പറയാൻ പോലും അവർ സമയമില്ല. അവർ അത്രയും തിരക്കിൽ സാധനങ്ങൾ പാക്ക് ചെയ്യുക. എടാ മോനെ നിങ്ങൾ എങ്ങോട്ട് പോകാന്ന് പറഞ്ഞ് അവിടുത്തെ ജോയ് എന്ന് പറയുന്ന പയ്യനോട് ചോദിക്കുമ്പോൾ അറിയില്ല, അച്ഛനെന്തോ വൈറസ് സ്പ്രെഡ് ആവുന്നോ അത് ആൾക്കാരെ ഭയങ്കര മാറ്റുന്നു എന്തോ പറഞ്ഞു. ക്ലെയർ എനിക്ക് എല്ലാം പറഞ്ഞു തരാൻ സമയമില്ല, വേഗം നിന്റെ മോളെയും കൂടി നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറഞ്ഞ് അവന്റെ അമ്മ അവനെ വിളിച്ചുകൊണ്ട് വേഗം അവിടുന്ന് വണ്ടി എടുത്ത് പോവുക. ഇവര് മാത്രമായിരിക്കും ഓർത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ടൗണിൽ തൊട്ടപ്പുറത്തെ വീട്ടുകാരെല്ലാം തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വണ്ടി എടുത്ത് വേഗം വിട്ടുപോകാണ് ഈ ടൗണിൽ നിന്ന്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവരുടെ വീട്ടിൽ ആ ഒരു അടുപ്പിൽ വെച്ച സാധനം പുക വെളിയിലോട്ട് വരുന്നുണ്ടായിരുന്നു. ഇവിടെ കട്ടാവുന്ന സീന് നേരെ വരുന്നത് ബങ്കറിലേക്കാണ്. സോ ബേസിക്കലി 300 ദിവസം മുമ്പ് എന്തോ ഒരു വൈറൽ ഔട്ട് ബ്രേക്ക് നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം വ്യക്തമാണ്. ഈ പോകുന്ന പുക എന്തായാലും അവർ കാണില്ലേ, അങ്ങനെ ഒരു സാധ്യതയുള്ള നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല.
പറ്റത്തില്ല. അതിനെ തുടർന്ന് ബങ്കറിന്റെ വെളിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവർ ആ ഒരു പെരിസ്കോപ്പ് വെച്ച് നോക്കുന്നുണ്ട്. കുറച്ചൊന്നുമല്ല, ഒരു വലിയൊരു പുകമൂടൽ തന്നെ ഇവരുടെ ആ ഒരു ബങ്കറിന്റെ വെളിയിലുണ്ട്. ഇത് കാണുന്ന ക്ലെയർ ആണെങ്കിൽ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും അവൾക്ക് ഇരിക്കപ്പുറത്തില്ല. ക്ലെയർ, നീ ടെൻഷൻ ആവാതെ, നീ കാമായിക്കുക. നമ്മുടെ രണ്ടാമത്തെ റൂൾ നീ മറന്നോ? രണ്ടാമത്തെ റൂളും കെട്ടിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ആ പോകണ്ട് ബ്രീതേഴ്സ് എന്തായാലും ഇങ്ങോട്ട് വരും. ശരി, അതിനൊരു സൊല്യൂഷൻ അല്ലേ? നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഒന്ന് സമാനപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കാം. ഇല്ല, ഈ ഒരു പുകയുടെ വലുപ്പത്തിന് ഒരു മൈലിന്റെ അപ്പുറത്ത് നോക്കിയാലും കാണാൻ പറ്റും. എടി, വെളിച്ചം കുറവാണ്, ഇരുട്ടാണ്, അപ്പൊ പെട്ടെന്നൊന്നും കാണത്തില്ല. അതുകളൊക്കെ ഇവിടെ എത്തുമ്പോഴേക്ക് ഈ ഒരു പുകയില്ല എവിടെന്നാ വന്നെന്ന് പോലും കാണാത്ത രീതിയിൽ പൊക്കോളും. നീ പേടിക്കണ്ട. അവർക്ക് എവിടെന്നാ വന്നതെന്ന് മനസ്സിലായില്ലെങ്കിൽ അവർ ഈ സ്ഥലം മുഴുവനും അരിച്ചു വെറുക്കും. അവർക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ ഒരിടം പോലും അവർ വെറുതെ വിടത്തില്ല, എല്ലാം അരിച്ചു വെറുക്കും. ക്ലിയർ, അവർ വന്ന് അന്വേഷിക്കുന്നത് ആദ്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഇതിനു മുമ്പ് ഒരുപാട് വട്ടം അവർ ഈ ഒരു സ്ഥലം എല്ലാം അന്വേഷിച്ചതല്ലേ. എന്നിട്ടും അവർക്ക് ഈ ഒരു ബങ്കർ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. പിന്നെന്താ? ഇല്ലറ, എനിക്ക് പേടിയാവും. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ജോയോ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ, അച്ഛൻ പറഞ്ഞ് ശരിയാ, അവരൊന്നും കണ്ടുപിടിക്കത്തില്ല, പേടിക്കണ്ട, സമാനപ്പെടുന്നൊക്കെ പറയുന്നു. പക്ഷെ ക്ലെയറിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പേടി വിട്ടുപോകുന്നില്ല. അവൾ ആ ഒരു പേടിയിൽ തന്നെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കത്തി എരിഞ്ഞ ഒരു സ്ഥലത്ത് ചാമ്പൽ വന്ന് നടക്കുന്നുണ്ട്. കത്തിക്കരിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു ചാമ്പൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പുക വന്ന സമയത്ത് അത് പറന്ന് വെളിയിലോട്ടും പോയിട്ടുണ്ടാവണം. പുക പിന്നെയും പോട്ടെന്ന് വെക്കാം, പക്ഷെ ചാമ്പൽ രീതിയിൽ എന്തെങ്കിലും അവർ കണ്ടു കഴിഞ്ഞാൽ അവർ വെറുതെ വിടത്തില്ല. വീണ്ടും അവർ ആ ഒരു പെരിസ്കോപ്പിലോട്ട് നോക്കുന്നു. ബട്ട് ഇപ്രാവശ്യം അവരുടെ ആ ഒരു ബങ്കറിന്റെ മുകളിലായിട്ട് ഒരുപാട് ചാമ്പൽ വന്ന് നടക്കുന്നുണ്ട്. ഒരുപാടില്ല, പക്ഷെ എന്നാലും ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞ് ഇവരെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ വെളിയിൽ പോയി അത് നശിപ്പിച്ച് കളഞ്ഞാലേ പറ്റത്തുള്ളൂ. ക്ലിയർ, അതിന്റെ ആവശ്യമുണ്ടോ? അവർ ചിലപ്പോൾ അത് കാണാതെയും വിടാൻ സാധ്യതയില്ലേ? നമുക്ക് അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണോ ഇപ്പോൾ ഉള്ളത്? നമ്മളിപ്പോൾ തന്നെ വെളിയിൽ പോയിട്ട് അത് ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സോയ ആവട്ടെ, അപ്പോൾ നമ്മുടെ മറ്റേ റൂളോ? എന്ത് സംഭവിച്ചാലും ശരി, ആ ഒരു ഡോർ തുറക്കാൻ പാടില്ല, പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത്. ഇല്ല മോളോ, അതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കിപ്പോൾ വേറെ വഴിയില്ല. ഇതുപോലത്തെ സാഹചര്യം വരുമ്പോൾ റൂളും പിടിച്ചിരിക്കരുത്, അതങ്ങ് മാറ്റി വെച്ചിട്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു ബങ്കർ വിട്ട് വെളിയിലോട്ട് പോകാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സോയി നിൽക്കുന്നു. മോളെ, അത് വേണ്ട, ഞങ്ങൾ മോളിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്തോളാം. മോൾ ഈ ഡോർ അടച്ച് ഇവിടെ തന്നെ ഇരുന്നാൽ മതി. മോളിൽ എന്ത് ശബ്ദം കേട്ടാലും മോൾ ഈ ഒരു ഡോർ തുറക്കരുത്, എന്ത് സംഭവിച്ചാലും മുകളിലോട്ട് കയറി വരവും ചെയ്യരുത്. ശരി എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ ഒരു ബങ്കർ വിട്ട് വെളിയിലോട്ട് പോയിട്ട് ആ ഒരു ഡോർ അടയ്ക്കുന്നു. അവർ രണ്ടുപേരും ആ ഒരു ബങ്കറിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവരുടെ ഓരോ ചവിട്ടും താഴെ അറിയുന്നുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള സോയും ആ ഒരു ശബ്ദം ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ മെല്ലെ പോവുക. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, ആ ഒരു പെരിസ്കോപ്പ് എടുത്തിട്ട് വെളിയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കുന്നുണ്ട്. കൊച്ചിനും പേടിയായി. അച്ഛനും അമ്മയും ഒരുമിച്ച് വെളിയിലോട്ട് പോയി എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും എന്ന് ഓർത്തിട്ട് ആദ്യം അവൾ നോക്കുന്ന സമയത്ത് ചുറ്റും ഒന്നും കണ്ടില്ല. പിന്നെ അവളിങ്ങനെ കറക്കി നോക്കുന്ന സമയത്താണ് അപ്പുറത്തായിട്ട് അച്ഛനും അമ്മയും കണ്ടത്. അവർ ആ ഒരു പുകയും ആ ഒരു ചാമ്പലെല്ലാം തട്ടിക്കളഞ്ഞ് അവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുക. കൊച്ചു അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അതേസമയം ഇവരുടെ തൊട്ടിപ്പുറത്ത് ദൂരത്തായിട്ട് എന്തോ ഒരു അനക്കം ഇവൾക്ക് ഫീൽ ചെയ്യുന്നു. എന്താണെന്ന് വ്യക്തമാകുന്നില്ല, പക്ഷെ എന്താണെങ്കിലും ഇവരുള്ള ആ ഒരു സ്ഥലത്തിലോട്ട് നോക്കിയിട്ടാണ് അത് വരുന്നത് എന്നൊരു കാര്യം കൊച്ചിന് മനസ്സിലായി. പേടിച്ചു പോകുന്ന സോയും അച്ഛനും അമ്മയോടും പറയാൻ വേണ്ടി കിടന്ന് അലറുന്നുണ്ട്. അച്ഛൻ അമ്മ ബ്രീതേഴ്സ് വന്നു, വേഗം രക്ഷപ്പെടുന്ന പറഞ്ഞു. ഇവിടെ ഇങ്ങനെ അലറി വിളിച്ചിട്ടും അവർ കേൾക്കുന്നില്ല, കാരണം അവർ കുറച്ച് ദൂരത്താവുള്ളത്. ബട്ട് സ്റ്റിൽ ദൂരത്താണെന്ന് പറഞ്ഞാലും കൊച്ചിന്റെ ഈ ഒരു ശബ്ദം കുറച്ചെങ്കിലും കേൾക്കാതിരിക്കുമോ? എന്തോ ഫോർ സം റീസൺ അവർ കേൾക്കുന്നില്ല. സോയും വേറെ ഒന്നും നോക്കിയില്ല. ശരി, അച്ഛനും അമ്മയും വിളിച്ചിട്ട് കേൾക്കുന്നില്ല, ഞാൻ തന്നെ കളത്തിലിറങ്ങണം എന്ന് പറഞ്ഞ് ഇവള് നേരെ ആ ഒരു ബങ്കറിന്റെ വെളിയിലോട്ട് പോകാൻ വേണ്ടി ആ ഒരു പടി കയറുന്നു. ഇവളും ആ ഒരു ഡോറെ പിടിച്ചിട്ട് അത് തുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവളെ കൊണ്ട് പറ്റുന്നില്ല, കാരണം നല്ല വെയിറ്റ് ഉണ്ട്. ഇവളും പൊക്കാൻ നോക്കുന്നു കുറേ നേരം കഷ്ടപ്പെട്ടപ്പോൾ അതങ്ങ് കുറച്ചങ്ങ് പൊങ്ങി വന്നു. അപ്പോൾ ഇവളും കൈ വെളിയിലോട്ട് ഇട്ടിട്ട് വീണ്ടും കടന്ന അച്ഛ അമ്മ എന്ന് പറഞ്ഞ് അലറുന്നുണ്ട്, അവരെ വിളിക്കാൻ നോക്കുന്നു. ഇതും ആ ഒരു മാതാശ്രീയും പിതാശ്രീയും കേൾക്കുന്നില്ല. ഈ എന്ത് ചെയ്യാനാന്ന് പറ. സോയും വേറെ വഴിയില്ലാന്ന് കണ്ടപ്പോൾ അവൾ കഷ്ടപ്പെട്ട് ആ ഒരു ഡോർ തുറന്ന് വെളിയിലോട്ട് വന്നിട്ട് ദൂരെയുള്ള ആ ഒരു അച്ഛനും അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുക. സോ നിന്നോട് പുറത്ത് വരണമെന്ന് പറഞ്ഞല്ലേ, നീ ഇതിന്റെ പുറത്ത് വന്നേ? അല്ലമ്മ, ഞാൻ ആ ഒരു പെരിസ്കോപ്പിൽ കൂടെ നോക്കിയപ്പോൾ ദൂരത്ത് എന്തോ ഒരു അനക്കം കണ്ടു, അത് നേരെ ഇങ്ങോട്ട് വരുന്നത്, അത് ബ്രീതേഴ്സ് ആയിരിക്കും, വേഗം ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ് ഇവരോട് പറയുന്നു. ഇത് കേട്ടത് ഇവർ ഭയങ്കരധികം പേടിച്ചു പോകുന്നു. സോയി പറഞ്ഞ സ്ഥലത്തിലേക്ക് ഇവർ തിരിഞ്ഞു നോക്കിയ സമയത്തുണ്ടാ ഇങ്ങനെ കുറേ മാനുകൾ അവിടെ നിന്ന് ഓടി ഇങ്ങനെ തെറിച്ച് പോകുന്നുണ്ട്. മോളെ പേടിക്കേണ്ട, ഇതൊന്നും ബ്രീത്തേഴ്സ് അല്ല, ഇതൊക്കെ മാനുകളാണ്. അപ്പോൾ ക്ലിയർ, അല്ല ഇവരെന്തിങ്ങനെ ഓടുന്നത്, ഇവരെന്ത് കണ്ടിട്ടാണ് ഓടുന്നതെന്ന് പറഞ്ഞാൽ അവർ വന്ന സ്ഥലത്തിലോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അങ്ങ് ദൂരത്തായിട്ട് എന്തോ ഒരു അനക്കം പോലെയും ചെറിയ ശബ്ദമല്ല അവർക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇവരൊട്ടും വൈകില്ല, വേഗം ഓടി ചെന്നിട്ട് ആ ഒരു ബങ്കറിൻ്റെ ഉള്ളിൽ കയറി ആ ഒരു ഡോർ ലോക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ മെല്ലെ ഇരിക്കുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കാതെ. അപ്പോഴാണ് എന്തോ ഒന്ന് ഇവരുടെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്ന ഒരു ശബ്ദം ഇവർക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇവരും ആ ഒരു ഫുഡ് സ്റ്റെപ്പിന്റെ ശബ്ദം ഇങ്ങനെ ഫോളോ ചെയ്ത് താഴെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് ശ്രദ്ധിച്ച് കേട്ടപ്പോൾ ആകെ ഒരു ബ്രീത്തറിന്റെ ആ ഒരു കാലടി ശബ്ദം മാത്രമേ ഇവർ കേൾക്കാൻ പറ്റുന്നുള്ളൂ. ഇതെന്താ ഒറ്റ ഒരെണ്ണത്തിന്റെ ശബ്ദം മാത്രം? അവർ യൂഷ്വലി കൂട്ടമായിട്ടല്ല നടക്കുക. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന സോയെ അവൾ പേടിച്ചിട്ട് കരയാൻ തുടങ്ങുന്നു. അപ്പൊ ക്ലെയർ വേഗം ഓടി മകളുടെ അടുത്ത് വന്നിട്ട്, മോളെ കരയരുത്, നമ്മുടെ ഫസ്റ്റ് റൂൾ ഓർക്കുന്നില്ലേ, ഒരു കാരണവശാലും നമ്മൾ ശബ്ദം ഉണ്ടാക്കരുത്. അവർ നമ്മുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ വെറുതെ വിടില്ല. തുടർന്ന് റേയും വന്ന് മകളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവളും മെല്ലെ ഓക്കെ ആയിട്ട് വരുന്ന സമയത്താണ് അപ്പുറത്തോട്ട് പോയ ആ ഒരു കാലടി ശബ്ദം ഇപ്പൊ തിരിച്ച് ഇവരുടെ അങ്ങോട്ട് തന്നെ നടന്നു വരുന്ന പോലെ ഇവർക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ ഒരു ശബ്ദം ഇവർക്ക് താഴെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. മോളിൽ കൂടെ ഇങ്ങനെ ടപ്പ ടപ്പയെന്ന് നടക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടെ ഈ ഒരു പൊടിയെല്ലാം താഴോട്ട് വീഴുന്നുണ്ടായിരുന്നു. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റേ
റേയുടെ മുഖത്തോട്ടും ഈ ഒരു പൊടി വീഴുന്നുണ്ട്. റേ എങ്ങാനും തുമ്മിക്കഴിഞ്ഞാൽ തീർന്ന്, അതുകൊണ്ട് അവൻ മാക്സിമം പിടിച്ചിരിക്കുന്നുണ്ട് തുമ്മാതെ. ദെൻ വീണ്ടും ആ ഒരു ശബ്ദം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത് പോയി അവസാനം നമ്മുടെ ആ ഒരു ബങ്കറിന്റെ ആ ഒരു ഓപ്പണിംഗ് ഡോർ ഉണ്ടല്ലോ, ആ ഡോറിന്റെ അവിടെ ചെന്ന് നിൽക്കുക. ഇത് മനസ്സിലായതോടെ ഇവർ രണ്ടുപേരുടെ പാതി ജീവൻ അങ്ങ് പോയി. അവരെങ്ങനെ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യും ഏത് ചെയ്യുന്ന ഒന്നും അറിയാതെ ഇവരിങ്ങനെ പേടിച്ച് നിന്നോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് സോയും പേടിച്ചിരിക്കുന്നുണ്ട്. മകളെ തിരിഞ്ഞ് നോക്കിയതും അവരുടെ ഫേസ് മൊത്തം അങ്ങ് മാറി. അവരെന്തിനെയോ ഭയങ്കരമായിട്ട് നോക്കുന്നു. ഇവൾക്കും എന്താണെന്ന് മനസ്സിലാവാതെ ഇവള് തിരിഞ്ഞ് നോക്കുന്ന സമയത്താണ് ഇവളുടെ കയ്യിലൊരു പാവ ഉണ്ടായിരുന്നല്ലോ, വള്ളി പിടിച്ച് വലിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്നത്. അതിന്റെ വള്ളി അവിടെ ഒരു കമ്പിയെ കുടുങ്ങി കിടക്കുക. എല്ലാം പൂർണ്ണമായി. ഈ കുരുപ്പിന് അവിടെ മൂലയ്ക്ക് മിണ്ടാതിരുന്നാൽ മതി. അവളോട് ആവെന്ന് പറയണ്ട, മോളെ അനങ്ങരുത്, മെല്ലെ ബാക്കിലോട്ട് പോയിട്ട് ആ സാധനം അങ്ങ് ലൂസാക്കുക എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇങ്ങനെ അത് അതിൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്തു, ശബ്ദം ഉണ്ടാക്കി. ഇത് കണ്ട റേ ആണെങ്കിൽ വേഗം ഓടി വന്നിട്ട് അത് നിർത്താൻ നോക്കുന്നു. പക്ഷെ അത് നിൽക്കുന്നില്ല. സ്വാഭാവികം അവനൊന്നും നോക്കിയില്ല, വേഗം തന്നെ ആ ഒരു ബൊമ്മ കീറി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സാധനവും സ്പീക്കറൊക്കെ പൊട്ടിച്ച് വലിച്ചെറിയാൻ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതും ആ ഒരു ബൊമ്മ പൊട്ടിച്ച് അത് ഓഫാക്കുന്നു. ഇവൾക്ക് പ്രിയപ്പെട്ട അവളുടെ ബൊമ്മ അപ്പം കീറി കളഞ്ഞപ്പോൾ അവളങ്ങ് കീറാൻ തുടങ്ങി. ക്ലെയർ ആണ് ഓടി വന്നിട്ട് അവളുടെ വാ പൊത്തിപ്പിടിക്കുന്നത്. കരഞ്ഞുകൊണ്ട് തന്നെ സോയും ആ ഒരു ബൊമ്മയ്ക്കകത്ത് തിരിച്ചതെല്ലാം വെച്ചിട്ട് അത് നേരാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരു പരിധിക്കപ്പുറം പറയാൻ പറ്റത്തില്ല, കാരണം ആ കൊച്ചിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ബൊമ്മയായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും നേരം മോളിൽ നിന്ന് കേട്ടോണ്ടിരുന്ന ആ ഒരു കാലൊച്ച ഉണ്ടല്ലോ, അതിപ്പോൾ കേൾക്കുന്നില്ല. ഇവർക്കും എന്താ സംഭവം എന്ന് അറിയുന്നില്ല. കാരണം ഉറപ്പാണ് താഴത്തെ ശബ്ദം എന്തായാലും മോൾ കേട്ടിട്ടുണ്ടോ. അപ്പോൾ എങ്ങോട്ട് ആ ഒരു കാലൊച്ച പോയി എന്നൊരു കാര്യം ഇവർക്ക് അറിയുന്നില്ല. ഇങ്ങനെ ഇവർ കൺഫ്യൂഷനിൽ ഇവർ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഭയങ്കര ശക്തിയിൽ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് കെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ചങ്ങലയെല്ലാം ഓരോന്നോരോന്നായിട്ട് വിട്ട് വരാൻ തുടങ്ങുന്നു. ഇത് കണ്ടത് റേ വേഗം ഉള്ളിൽ ചെന്നിട്ട് അവൻ എന്തോ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോഴേക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാ ചങ്ങലയും പൊട്ടിപ്പോയി. ഇനി ഒരെണ്ണേ ബാക്കിയുള്ളൂ. അതും കൂടെ പൊട്ടിച്ചെറിയുന്നതിന് മുമ്പായിട്ട് ക്ലിയർ വേഗം ഇടയിൽ കയറിയിട്ട് ആ ഒരു ചങ്ങലയിൽ പിടിച്ച് തൂങ്ങുന്നു. ഇതേസമയം റേ എന്ത് ചെയ്യാൻ പോയെന്നറിയാം. അവർക്ക് വെള്ളം വരുന്ന ഒരു പൈപ്പില്ലേ, ആ ഒരു പൈപ്പ് പൊട്ടിച്ചിട്ട് അത് വലിച്ചൂരാൻ നോക്കുക. അതിനാണെങ്കിലോ മുട്ടിങ്ങിയ പോലെ ഇവനെ കൊണ്ട് പറ്റുന്നുമില്ല. എങ്ങനെയൊക്കെയോ അവസാനം അവൻ കഷ്ടപ്പെട്ട് ആ ഒരു കമ്പി പൊട്ടിക്കുന്നുണ്ട്. ഇതേസമയം ഇപ്പുറത്താണെങ്കിലോ ക്ലിയറിനെയും കൊണ്ടൊന്നും പിടിച്ചു നിർത്താനും പറ്റുന്നില്ല. ചങ്ങലയിൽ തൂങ്ങിക്കിടക്കുന്ന ക്ലിയറിനെയും പൊക്കിയിട്ടാണ് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ പകുതി തുറക്കുന്ന ആ ഒരു ഡോറിന്റെ ഗ്യാപ്പിൽ കൂടെ നമ്മൾ എന്തോ ഒരു രൂപം കാണുന്നുണ്ട്. ഇത് കണ്ട ക്ലിയർ ഇങ്ങനെ പേടിച്ച് വരണ്ട് നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് റേ വന്നിട്ട് ആ ഒരു റോഡ് കൊണ്ട് അതിന്റെ മുഖത്തടിച്ച് അതിനെ ഓടിച്ചു വിടുന്നു. എന്നിട്ട് ആ ഒരു ഡോറും അടച്ചിട്ട് അതിന്റെ ഇടയിലോട്ട് ഈ ഒരു കമ്പി അങ്ങ് തുരുക്കി വെക്കുന്നു, അതിന്റെ അങ്ങ് ക്രോസ് ആയിട്ട്. ശേഷം ഇവർ 3 പേരും അതിന്റെ തൊട്ട് താഴെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവർക്കും ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, കാരണം ആ ഒരു ബങ്കറിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ എക്സിറ്റ് ഒന്നും ഇല്ല. പോകാനും വരാനും ഏതാണ്ട് ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. വീണ്ടും മോളിൽ നിന്ന് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. പക്ഷെ ആ ഒരു കമ്പി ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല. എന്നാൽ ആ ഒരു സ്ഥലം വിട്ടു പോകുന്നില്ല. ആ ഒരു ബങ്കറിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു കാലൊച്ച ഇവർക്ക് കറക്റ്റായിട്ട് താഴെ നിന്ന് കേൾക്കാൻ പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ബങ്കറിന്റെ ഉള്ളിൽ നിന്ന് അവർ വേറെന്തോ ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് നോക്കി ഇവർ വരുന്ന സമയത്ത് ഇവർ ഫുഡെല്ലാം അടുക്കി വെച്ചിരിക്കുന്ന ഒരു റാക്ക് ഉണ്ടല്ലോ, അതൊക്കെ കിടന്നങ്ങ് ഇളകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് റേ പറയുന്നത്, അവൻ എന്താ ചെയ്യുന്നത് എനിക്കറിയാം, അവൻ കാത്തിരിക്കുക അവന്റെ കൂടെയുള്ള ബാക്കിയുള്ളവർക്ക് വേണ്ടി. അങ്ങനെ അവർ ഇളകുന്ന റാക്കിലെ സാധനങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ അടുത്ത ഫ്ലാഷ് ബാക്ക് പോകുന്നു. ഇവർ വന്ന് കാര്യം അറിഞ്ഞപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വേഗം അവിടെ വിട്ട് പോകാൻ നിൽക്കുക. അങ്ങനെ ഇവർ 3 പേരും ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് റേ കാണിച്ചു കൊടുക്കുക, നമ്മളെ ആ ഒരു വാട്ടർ ടാങ്ക് കണ്ടോ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, നമ്മൾ അവിടേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്, അതുകൊണ്ട് നമുക്ക് വേഗം അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞിട്ടാണ് ഇവർ ആ ഒരു ടൗൺ വിട്ട് വെളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് വണ്ടികൾ തിരിച്ചു വരുന്നു. ഇതെന്താ പോയ വണ്ടികളൊക്കെ അതേ വേഗത്തിൽ തിരിച്ചിങ്ങോട്ട് വരുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. നോക്കുമ്പോൾ എന്താണ്, ഇവരുടെ ടൗൺ വിട്ട് പോകാനുള്ള ആ ഒരു എക്സിറ്റ് ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തു. ഈ ഒരു ഹോൾ ടൗൺ തന്നെ ഇപ്പോൾ ഒരു ക്വാറന്റൈൻ ഏരിയ ആണ്. ആർക്കും തന്നെ ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല, ആർക്കും തന്നെ ഇവിടെ വിട്ട് പോകാനും പറ്റത്തില്ല. ഇങ്ങനെ ഇവർ നിൽക്കുന്ന സമയത്ത് ഇവരുടെ തൊട്ടിപ്പുറത്തായിട്ട് വലിയൊരു മലയുണ്ടായിരുന്നു. അതിൽ നിന്ന് ഭൂമികുലുക്കം വന്ന പോലെ ഒരു കുറെ പാറക്കഷ്ണങ്ങളൊക്കെ വീഴാൻ തുടങ്ങുന്നു, ചെറുത്. ഓക്കെ, അവിടെ കെട്ടിയത് വീണ്ടും നമ്മൾ പ്രസന്റിലോട്ട് വരുന്നു. വീണ്ടും പുറത്തുണ്ടായിരുന്ന ഒരു ബ്രീത്തേഴ്സ് ആ ഒരു ഡോർ പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്നു. ഭയങ്കര ശക്തമായിട്ട് ഇപ്രാവശ്യം ഇത് അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം റേക്ക് മനസ്സിലായി. അതിന് ഇനി എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഡോർ പൊട്ടി താഴോട്ട് വീഴുന്നു. ഇപ്പോഴും ബ്രീത്തേഴ്സ് ആരാണെന്ന് ഒരു പൂർണ്ണ രൂപം നമ്മൾ കാണുന്നില്ല, അതിന്റെ ചെറിയ കണ്ണുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇവരും വേഗം ഓടി ഉള്ളിലോട്ട് വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു കർട്ടൻ തീയിട്ട് ഇവരുടെ അടുത്തുണ്ടായിരുന്ന റാക്കും വലിച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് അവർ തടയാൻ വേണ്ടി നോക്കുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു 1.5 മിനിറ്റ് പിടിച്ചിരിക്കാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം എന്ന് പറയുന്ന സമയത്ത് പോകുന്ന വഴിയിലല്ല അവർ നിൽക്കുന്നത്. അപ്പോഴാണ് മകൾ ഇവർ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടുന്ന് രക്ഷപ്പെടാൻ അത് മാത്രമല്ലോ മാർഗം, വേറെ ഒരെണ്ണം ഉണ്ടല്ലോ എന്ന്. ടെലിസ്കോപ്പിക്കൂടെ നോക്കുന്ന ആ ഒരു ഗ്യാപ്പാണ് കൊച്ചുദ്ദേശിച്ചത്. ആ ഒരു ബോധം പോലും തന്നേം തളയ്ക്കില്ല. അപ്പോൾ റേ ഉടനെ തന്നെ ആ ഒരു കൊച്ചിനെയും അമ്മയും ആ ഒരു ഗ്യാപ്പ് വഴി മുകളിലോട്ട് കയറ്റുന്നുണ്ട്. അവർ രണ്ടുപേർക്കും ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇവൻ അവിടെ നിന്ന് വെളിയിലോട്ട് വരാനുള്ള ഗ്യാപ്പ് അത് പോരായിരുന്നു. റേ എത്ര നോക്കിയിട്ടും അവനെ കൊണ്ട് അതൊന്നും വലിഞ്ഞു കയറാൻ പറ്റുന്നില്ല. പുള്ളി ഒട്ടും വഹിച്ചില്ല. പുള്ളിയുടെ ആ ഒരു ഷോൾഡർ ഉണ്ടല്ലോ അതങ്ങ് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് കളഞ്ഞു. ഒറ്റ തിരിക്കലിൽ പുള്ളി ആ ഒരു ഷോൾഡർ തന്നെ ഇല്ലാതാക്കി. ഇപ്പൊ ആ ഒരു ഗ്യാപ്പ് അദ്ദേഹത്തിന് കറക്റ്റായി. ക്ലിയറും ഇദ്ദേഹത്തിന് പിടിച്ച് കയറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഏതാണ്ട് പകുതിയോളം വന്ന സമയത്ത് കറക്റ്റായിട്ട് അടിയുന്ന ആ ഒരു ബ്രീത്തേഴ്സ് ഇദ്ദേഹത്തിന്റെ കാലെ പിടിച്ച് വലിക്കുന്നു. അപ്പൊ തന്നെ
ക്ലെയറിനെ നോക്കി ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ പ്രോമിസ് നീ മറക്കരുത്, സോയ് കംസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ് തീർക്കേണ്ട താമസം അവനെ പിടിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് വലിച്ചിരുന്നുണ്ട്. അങ്ങനെ താഴേക്ക് വീഴുന്ന നമ്മുടെ റേ ഈ പറയുന്ന ബ്രീത്തേഴ്സ് ഉണ്ടല്ലോ അവരെ അറ്റാക്ക് ചെയ്യുന്നു. പുക മൊത്തം മൂടിയത് കാരണം താഴെ എന്ത് നടക്കുന്നുള്ള കാര്യം ഇവർക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല. അടി നടക്കുന്ന ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോര അങ്ങ് തെറിച്ചു. ഇവർ നിസ്സാരയിൽ നിന്ന് കരയോ, കാരണം ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അധികം വൈകിയില്ല, അവിടേക്ക് ബാക്കിയുള്ള ബ്രീത്തേഴ്സ് വരുന്ന പോലെ ഒരു ശബ്ദം ഇവർക്ക് കേൾക്കുന്നു. ഇവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇവളെ കൊച്ചിനെയും കൂട്ടിയിട്ട് ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഓടി അവസാനം ഇവർ അന്ന് ആ ഒരു സിറ്റി കടക്കാൻ വേണ്ടി നിന്ന ആ ഒരു റോഡ് ഉണ്ടല്ലോ അവിടെ വന്ന് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് വലിയൊരു വെളിച്ചം ഇവരുടെ ദേഹത്തോട് അടിക്കുക. എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ സർവൈലൻസിൽ വന്ന ആ ഒരു ഹെലികോപ്റ്റർ ഇവരെ സ്പോട്ട് ചെയ്തതാണ്. വേഗം ഓടി രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് മകളെ കൂട്ടിയിട്ട് ഇവൾ ഓടാൻ നോക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ആ ഒരു ഹെലികോപ്റ്റർ വലയിട്ട് ഇവരെ പിടിക്കുക. അവർ മാക്സിമം ഒരു നെറ്റ് ഊരി കളയാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ സോയിക്ക് അങ്ങ് ദൂരത്തായിട്ട് എന്തോ ഒന്ന് നടന്നു വരുന്ന രീതിയിൽ ഇവൾക്ക് ഫീൽ ചെയ്യുക. അമ്മ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ബ്രീതേഴ്സ് ഇവിടെ വന്നു എന്ന് കൊച്ച്. അപ്പോൾ ഇവളുടെ മൈൻഡിലോട്ട് ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരിക. ഈ ബ്രീതേഴ്സ് എന്താ നമ്മളെ വെറുക്കുന്നതെന്ന് അമ്മയോട് ഇവൾ ചോദിക്കുന്നതും അതുകൾ നമ്മളെ വെച്ച് വ്യത്യസ്തരാണ് എന്ന് അമ്മ പറയുന്നതും ഞാൻ അവരെ എതിർത്ത് നിൽക്കും എന്ന് റേ പറയുന്നതും ഇവർക്ക് അന്ന് ആ ഒരു ടൗൺ വിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇവർ ആ ഒരു ക്വാറന്റൈനിലാക്കുന്നതും എല്ലാം പെട്ടെന്ന് ഒരു ഗ്ലിംസ് പോലെ ഇവളുടെ മൈൻഡിലോട്ട് വരിക. അങ്ങനെ ഇപ്പോഴാണ് ഈ ബ്രീതേഴ്സ് ഇവർ വായിട്ട് അലച്ചുകൊണ്ടിരുന്ന ആ ഒരു രൂപങ്ങൾ ആരാണ് എന്നൊരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നത്. അവർ മനുഷ്യർ തന്നെയായിരുന്നു. ഈ മറ്റേ മിലിറ്ററിയും പോലീസൊക്കെ ആയിരുന്നു. ആ ഒരു മറ്റേ മാസ്കും ഹാസ്മറ്റ് സ്യൂട്ടും എല്ലാം ഇട്ടിട്ട് ഒറ്റ നോട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ഔട്ട് ഫ്രം വോൾഫൻസ്റ്റൈൻ ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ടാർഗറ്റ് ആൻഡ് പെരിമീറ്റർ സെക്യൂർഡ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇവരുടെ ചുറ്റും കൂടുന്നു. എന്നിട്ട് ഇവരുടെ കഴുത്തിന്റെ ഒരു ഭാഗത്തായിട്ട് എന്തോ ഒന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ സോയും ഈ പേടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അവളുടെ കണ്ണിൽ ആ ഒരു ക്വാറന്റൈൻ നോ എക്സിറ്റ് എന്ന് പറയുന്ന ആ ഒരു ബോർഡാണ് കാണുന്നത്. അവിടെ കട്ടിയതല്ല അന്ന് ഇവർ നാട് വിടാൻ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ആ ഒരു ഭൂചലനം പോലെയൊക്കെ ഫീൽ ചെയ്തല്ലോ. അപ്പോൾ കൊച്ചു പേടിച്ചിട്ട് അമ്മ ഇത് എന്താന്നൊക്കെ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടിയില്ല. അങ്ങനെ ഇവരും ആ ഒരു മല ഇങ്ങനെ നോക്കി നിൽക്കെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ കുറേ ജെറ്റുകൾ ഇവരുടെ ടൗൺ നോക്കി വേഗം പോവുക. അത് വെറും ജെറ്റുകളായിരുന്നില്ല, ബോംബർ ജെറ്റുകളായിരുന്നു. ആ ഒരു ഹോൾ ടൗൺ തന്നെ ആ ഒരു ബോംബ് ഇട്ട് നശിപ്പിക്കുകയാണ്. സോ കാര്യം മനസ്സിലായോ, വൈറസ് സ്പ്രെഡായി, ഇത് കണ്ടാമിനേറ്റഡ് ഏരിയയാണ്, അവർക്കിനി ഒന്നും ചെയ്യാനും ഇല്ല. ഇത് സ്പ്രെഡ് ആവാതിരിക്കാൻ ഇത് ഇല്ലാതാക്കൽ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ SDC ഗവൺമെന്റ് എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് ആ ഒരു ടൗണിലുള്ള ആൾക്കാരെയും ആ ടൗൺ തന്നെ ഇല്ലാതാക്കാം എന്നാണ്. ഗവൺമെന്റ് തങ്ങളെ കൊല്ലാനാണ് നോക്കുന്നതെന്ന് പറഞ്ഞ കാര്യം മനസ്സിലായതോടെ ആൾക്കാർ റെസ്ലെസ് ആയി. പക്ഷേ റേ ആണെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് വേഗം തന്നെ ഭാര്യയും മോളെയും കൂട്ടിയിട്ട് വേറൊരു സ്ഥലത്തോട്ട് അവൻ ചെല്ലുക. ഇവർ വേഗം അടുത്തുണ്ടായിരുന്ന ഒരു മല കയറി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. കുറച്ചങ്ങ് കയറിയതും ഇവരുടെ തൊട്ട് പിന്നാലെ ഇവർ നിന്നുകൊണ്ടിരുന്ന സ്ഥലവും പൊട്ടിത്തെറിക്കുവാണ്. ഇവരൊരു 5 മിനിറ്റും കൂടെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ കത്തിക്കലും തീർന്നിട്ടുണ്ടാവും. പക്ഷേ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയത് കൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെട്ടു. അപ്പോൾ റേ ഇവരെ കൂട്ടിയിട്ട് എങ്ങോട്ട് ചെല്ലുന്നത് എന്ന് നോക്കുന്ന സമയത്ത് ഇവരുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു സ്കൂളൊക്കെ ഉണ്ട്. ആ സ്കൂളിന്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഈ ഒരു വലിയൊരു ബങ്കറുള്ള കാര്യം ഇവൻ അറിയായിരുന്നു. ഒട്ടും വൈകിച്ചില്ല, വേഗം ഇവർ 3 പേരും ആ ഒരു ബങ്കറിലോട്ട് കയറുന്നു. റെയിൻ സോയും ഇറങ്ങി. പക്ഷേ ഈ പറയുന്ന ക്ലെയർ ഇറങ്ങുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു മിസൈൽ അവിടെ നിന്ന് ലോഞ്ച് ചെയ്തു. അത് താഴെ വന്ന് പതിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ഒരു ബങ്കറിന്റെ ആ ഒരു ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. വെൽ ടെക്നിക്കലി സ്പീക്കിംഗ് ഇറ്റ്സ് നോട്ട് പോസിബിൾ, പക്ഷേ സിനിമ ആയതുകൊണ്ട് നമുക്ക് കണ്ണടച്ച് വിടാം. അങ്ങനെ ഇവർ ആ ഒരു ബങ്കറിനകത്ത് കയറുന്ന സമയത്താണ് ഉള്ളിൽ എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് എന്ന് വെച്ച് നമുക്ക് സർവൈവ് ചെയ്യാം എന്ന് പറയുന്ന കാര്യമെല്ലാം ഇവർ നോക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലെയർ ആ ഒരു ഡോർ അടയ്ക്കുന്ന സമയത്ത് അവളുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞായിരുന്നു. ആ മുറിഞ്ഞ ഭാഗത്ത് എന്തോ ഇൻഫെക്റ്റ് ആവുന്ന രീതിയിൽ ഒരു കറുത്ത കളറിൽ ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന രീതിയിലുള്ള കാര്യം ഇവർക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചുറ്റുമുള്ള ഒരു എയർ കണ്ടാമിനേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇവരും ഇൻഫെക്റ്റഡ് ആയി എന്നൊരു കാര്യം ഇവർ 3 പേരും തിരിച്ചറിയുക. വെൽ കൊച്ചിൻ്റെ കാര്യം എനിക്കറിയാൻ പാടില്ല, പക്ഷേ അച്ഛനും അമ്മയ്ക്കും കാര്യം മനസ്സിലായി. അവിടെ കെട്ടിയതിൽ ഇപ്പുറത്ത് ഇവരുടെ ആ ഒരു കഴുത്തിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്തില്ലേ, അതിൽ നിന്ന് ബ്ലഡ് എടുക്കുന്ന സമയത്ത് ബ്ലഡിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. പ്ലീസ് ഞങ്ങൾ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ദയവ് ഞങ്ങളെ വിടൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാല് പിടിച്ച് പറയുന്നുണ്ട്. ഓക്കെ, എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോളെയും ഞങ്ങൾ വെറുതെ വിട്ടോളാം. നിങ്ങൾ എത്ര നാളായി ഈ ഒരു ബങ്കറിനകത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട്? തുടക്കം തൊട്ട് തന്നെ, ദ വെരി ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ബങ്കറിനകത്താണ്. നിങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ? നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോ നിങ്ങൾക്ക് അറിയുന്നവരോ പരിചയക്കാരോ ആരെങ്കിലും നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ വേറെ ആരെയും കണ്ടിട്ടില്ല. ഓക്കെ, ബട്ട് ഐ എം വെരി സോറി, എനിക്ക് ഈ കൊച്ചിൻ്റെ പ്രായത്തിൽ തന്നെ ഒരു മകളുണ്ട്. എനിക്കിങ്ങനെ ചെയ്യാൻ തീരെ മനസ്സില്ല, എങ്കിൽ പോലും എനിക്ക് ചെയ്യാതെ വിടാനും പറ്റത്തില്ല. ഹേ പ്ലീസ് നിങ്ങളല്ലേ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വിടാന്ന് പറഞ്ഞു. അതിന് അവരാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ജസ്റ്റ് ലൈക്ക് നിങ്ങളെ വെറുതെ വിടാൻ തന്നെയാണ് പോകുന്നത്, പക്ഷേ ഈ രീതിയിലാണെന്നുള്ള ഒരു അർത്ഥത്തിൽ അവർ ഇവരെ നോക്കുക. എന്നിട്ട് ആ തോക്കുകൾ ഇവരുടെ നേരെ നീട്ടുന്നു. ഞാനത് സമ്മതിക്കത്തില്ല, എൻ്റെ കുട്ടി നിങ്ങൾ എന്ത് ചെയ്യാനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് വയലന്റ് ആവും. ആര് ക്ലെയർ. അമ്മ പ്ലീസ് കൂൾ ഡൗൺ ആവുക, അമ്മ ടെൻഷൻ ആവാതെ, നമ്മുടെ റൂൾ നമ്പർ 2 അമ്മ മറക്കരുതെന്നൊക്കെ പറഞ്ഞ് കൊച്ചു പറയുന്നു. പക്ഷേ ഇവളാണെങ്കിൽ എൻ്റെ അടുത്ത് വരണ്ട, മോളെ മാറിയിക്കുക എന്ന് പറഞ്ഞ് ഇവള് ഭയങ്കര വയലന്റ് ആവുന്നു. ആ നെറ്റൊക്കെ പിടിച്ച് കീറാൻ നോക്കുന്നുണ്ട്. ക്ലെയർ ഇങ്ങനെ ദേഷ്യപ്പെടും തോറും അവൾ ഭയങ്കര വയലന്റ് ആവുകയാണ്. അവളുടെ രൂപം തന്നെ മാറുന്നു. ഒരു കൈൻഡ് ഓഫ് സോംബി ആയിട്ട് അവൾ ട്രാൻസ്ഫോം ആവുകയാണ്. കണ്ണൊക്കെ കുഴിഞ്ഞിട്ട് ആ ഒരു ഞരമ്പൊക്കെ കറുപ്പായിട്ട് ഒരു വികൃത രൂപമായിട്ട് അവൾ മാറുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് കൺട്രോൾ വിടാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല എന്നൊക്കെ ഇവർ റൂൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വൈറസ് കാരണമാണ് ഇവർക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അമ്മ പ്ലീസ് കാം ഡൗൺ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു പറയാൻ ശ്രമിക്കുമ്പോഴൊന്നും ഇവള് അടങ്ങുന്നില്ല. ചുറ്റുള്ള പോലീസുകാരും ക്ലെയറിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ടപ്പേന്ന് ഒരു ശബ്ദം കേൾക്കുക, ചോരയൊക്കെ സോയുടെ മുഖത്തോട്ട് തെറിക്കുന്നു. പക്ഷേ ഇവളുടെ അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല. ആർക്കാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലുന്ന ഓർഡർ
കൊടുത്ത ആ ഒരു മാസ്ക് ഇട്ട ആ ഒരു ഓഫീസർ ഉണ്ടല്ലോ, അയാളുടെ കഴുത്ത് മുറിഞ്ഞിട്ട് അയാളുടെ കഴുത്തിൽ നിന്നാണ് ചോര തെറിക്കുന്നത്. ആരായിരിക്കും? നമ്മുടെ റേ ആണ്. വെറും റേ അല്ല, സോംബി റേ. അങ്ങേര് വന്നതും ചുറ്റും ഉണ്ടായിരുന്ന എല്ലാവരെയും പഞ്ഞിക്കിടുക. അങ്ങനെ 3-4 പേരെ കൊന്നിട്ട് ഇവൻ തിരിയുന്ന സമയത്ത് ബാക്കി ഉണ്ടായിരുന്ന പോലീസ് ഇയാളെ ഷൂട്ട് ചെയ്തു. താഴെ വീണ റേക്ക് ആ ഒരു ദേഷ്യമെല്ലാം മെല്ലെ അടങ്ങിയിട്ട് അവന്റെ ബോഡി വീണ്ടും നോർമൽ സ്റ്റേജിലോട്ട് ആവുന്ന രീതിയിൽ മാറുന്നുണ്ട്. ദേഹത്ത് കുറെ ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. സോ അവൻ എന്തായാലും രക്ഷപ്പെടത്തില്ല. ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്ക് മുകളിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവർ തിരിയുമ്പോഴേക്കും ബാക്കിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന ഒരു നെറ്റും പൊട്ടിച്ച് ബാക്കി 2 പേര് രക്ഷപ്പെട്ടു. സോയെ കാറിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് നമ്മുടെ ക്ലിയർ മാത്രം വെളിയിൽ ഇറങ്ങിയിട്ട് ഇവരെ ഫൈറ്റ് ചെയ്യുന്നു. ഇവളും 2-3 എണ്ണത്തിനെ കൊല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവൾ ചാടിയപ്പോഴേക്ക് ആ ഒരു സോൾജർ ഇവളുടെ കാലിൽ ഷൂട്ട് ചെയ്ത് ഇവളെ വീഴ്ത്തുന്നു. സോയ ഏത് കാറിലായിരുന്നു അതേ കാറിന്റെ ഫ്രണ്ടിലോട്ടാണ് ഈ ഒരു ക്ലിയർ വന്ന് വീഴുന്നത്. വീണ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അവളുടെ ആ ഒരു ശരീരം പഴയ പോലെ ആവാൻ തുടങ്ങുന്നുണ്ട്. ആ സോൾജർ ക്ലിയറിനെ കൊല്ലാന്ന് പറഞ്ഞിട്ട് തോക്കും ചൂണ്ടി ഇവളുടെ അടുത്തോട്ട് മുഖത്തിന്റെ തൊട്ട് ഫ്രണ്ട് വരെ വന്നു. അപ്പൊ ഉണ്ടാ നമ്മുടെ സോയി. ഇവളെ തടയാൻ വേണ്ടി അമ്മ നോക്കുന്ന സമയത്ത് അമ്മയുടെ ദേഹത്തോട്ട് ഇവൾ ആ ദേഷ്യത്തിൽ ചാടുക. കാരണം അവളുടെ ആ ഒരു കൺട്രോൾ അവളുടെ കയ്യിൽ നിന്ന് പോയി. അവൾ അമ്മയെ അടിക്കാൻ വേണ്ടി ഓങ്ങുന്നുണ്ട്. അപ്പോഴാണ് പുള്ളിക്കാരത്തെ ഇടയിൽ കയറിയിട്ട് മോളെ പേടിക്കേണ്ട, അമ്മയാണ്, പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാനപ്പെടുത്തുന്നത്. അവളും കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് നോർമൽ ആവുന്നുണ്ട്. സോയ ആ ഒരു സോൾജറിനെ കൊന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു മാസ്ക് വിട്ടതിനെ തുടർന്ന് പുള്ളിയും ആ ഒരു എയറുമായിട്ട് കോൺടാക്റ്റിൽ വന്നതിനെ തുടർന്ന് ഇൻഫെക്റ്റ് ആവുന്നു. അവനും വൈകാതെ തന്നെ ഇവരെ പോലെ തന്നെ ഒരാളായിട്ട് മാറുകയും ചെയ്യും. അതിനുശേഷം മുറിവായിട്ട് കിടക്കുന്ന നമ്മുടെ റേയെ കാണാൻ വേണ്ടി ഇവർ 2 പേരും ചെല്ലുക. മോളെ കരയണ്ട, മോളുടെ കൂടെ എന്നും അച്ഛനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് യൂഷ്വലി ഇവൻ ഈ ഒരു സോയെ കളിപ്പിക്കുന്ന രീതിയിൽ തന്നെ കാണിച്ച് അയാൾ അവിടെ വെച്ച് തന്നെ മരിച്ചു പോവാണ്. ഇവർ 2 പേർക്കും സങ്കടം സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരയുന്നു. പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് വേറൊരു ഹെലികോപ്റ്ററും വരുന്നു. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊരു കാര്യം മനസ്സിലാക്കിയിട്ട് ക്ലെയർ സോയെ കൂട്ടിക്കൊണ്ട് വേറെ എങ്ങോട്ടോ ചെല്ലുന്നു. പക്ഷെ എങ്ങോട്ട് പോയി എങ്ങനെ രക്ഷപ്പെടും എന്നൊരു കാര്യം ഇവൾക്കും അറിയുന്നില്ല. ഓടി അവസാനം ഒരു സബ്വേയുടെ ഫ്രണ്ടിൽ വന്നെത്തുന്നു. അതാണെങ്കിൽ ഉള്ളിലോട്ട് ഭയങ്കര ഇരുട്ടായിട്ട് ഒന്നും കാണാത്ത രീതിയിൽ കിടക്കുക. സോ അവിടെ കുറച്ച് നേരം ഇവർ മയങ്ങുന്നുണ്ട്, അമ്മയും മോളും. മയക്കം എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഇവരുടെ ഒരു സബ്വേയുടെ ഫ്രണ്ടിലായിട്ട് എന്തോ വെളിച്ചം പോലെ ഇവർക്ക് കാണുകയാണ്. പേടിച്ച് എഴുന്നേറ്റ് ആരായിരിക്കും എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഇവർ ഞെട്ടിപ്പോവാണ്. കാരണം അവിടെ നിൽക്കുന്നത് ഇവരുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു. എന്നിട്ട് ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരെയും കൂട്ടിക്കൊണ്ട് വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു സ്ഥലത്തിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. കുറച്ചപ്പുറത്തായിട്ട് ഒരു ബങ്കർ കാണിച്ചു കൊടുത്തിട്ട് അവനത് തുറക്കുക. നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ട്. ഉള്ളിലുള്ള എല്ലാവരും ഇവരെ പോലെ തന്നെ ആ ഒരു ബ്ലാസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ഒരു ഇൻഫെക്ഷൻ ബാധിച്ച ആൾക്കാർ തന്നെയാണ്. മിലിറ്ററിയുടെ കയ്യിൽ പെടാതെ ഇവരെ പോലെ തന്നെ ഒരു ബങ്കറിനകത്ത് ഇത്രയും നാളും ഇവരും സേഫ് ആയിട്ടിരിക്കുമായിരുന്നു. മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ നോർമലാണ് എന്നും പറഞ്ഞ് ഇവരുടെ കൂടെ തന്നെ ഇരിക്കാം എന്നൊരു തീരുമാനം ഇവർ 2 പേരും എടുക്കുക. അങ്ങനെ സോയും ആ ഒരു ബങ്കറിലോട്ട് ഇറങ്ങുന്ന സമയത്താണ് അവൾ ആ ഒരു 300 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് സൂര്യവെളിച്ചം കാണുന്നത്. അവൾ ഇത്രയും നാളും പുറത്തൊരു വെളിച്ചം കണ്ടിട്ടേ ഇല്ല. ആ ഒരു ഓട്ടയിൽ നിന്ന് വരുന്ന വെളിച്ചം മാത്രമല്ലാതെ വേറെ ഒന്നും അവൾ കണ്ടിട്ടില്ല. അമ്മ അവിടെ നോക്കി, ഇത് നമ്മുടെ 302ാമത്തെ ദിവസമാണ് എന്ന് ക്ലെയറിനോട്. സോയ അച്ഛൻ പറഞ്ഞ ഓർമ്മയില്ലേ, 302 ദിവസങ്ങളല്ല, അതിശയങ്ങൾ. ഇത് 302ാമത്തെ അതിശയമാണ്. അങ്ങനെ സോയും ഇറങ്ങുന്നു. അവളുടെ പിന്നാലെ തന്നെ ക്ലെയറും ഇറങ്ങുന്നുണ്ട്. ക്ലെയർ ഇറങ്ങുന്ന സമയത്ത് അവളുടെ ഒരു ക്ലോസപ്പ് വരും. അതിൽ അവളുടെ കണ്ണ് നോർമൽ കണ്ണിൽ നിന്ന് ഭയങ്കര ഡാർക്കായിട്ട് മാറും. പക്ഷെ പൂർണ്ണമായിട്ട് കാണിക്കുന്നതിന് മുമ്പായിട്ട് ബങ്കർ ക്ലോസ് ചെയ്ത് പടം അവസാനിക്കും. ഒന്ന് ഇരുത്തി ആലോചിച്ച സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോക്കായിരുന്നു. പക്ഷെ എന്നെ കണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു കല്ലേടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പോരെ തന്നെ ഡഫർ ബ്രദേഴ്സിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നൊരു കാര്യം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ബോധർ ചെയ്തത് ഇതിലെ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർ മറുപടി തരാനേ നിൽക്കുന്നില്ല. പ്രേക്ഷകർ മനസ്സിലാക്കി ചിന്തിച്ചെടുക്കാനുള്ള സാധനമൊന്നും ഇതിനകത്തില്ല. അത് വേറൊരു വശം. ബട്ട് എന്തൊക്കെ പറഞ്ഞാൽ ഈ ഡഫർ ബ്രദേഴ്സിന്റെ ഒരു സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അതായത് അവർ ആദ്യത്തെ പടം എടുക്കുന്നു, പിന്നെ ഒരു ഡൗൺഫാൾ വരുന്നു, അത് കഴിഞ്ഞ് സ്ട്രേഞ്ചർ തിങ്സിന്റെ സ്ക്രിപ്റ്റ് റെഡിയാവുന്നു. കുറേ സ്റ്റുഡിയോസിനെ അപ്രോച്ച് ചെയ്തിട്ടും അതാരും എടുക്കുന്നില്ല. പിന്നെ ഷോൺ ലീവയുടെ കയ്യിലെത്തുകയും അദ്ദേഹം ത്രൂ ഈ പറയുന്ന നെറ്റ്ഫ്ലിക്സിൽ എത്തിയതിനെ തുടർന്ന് ഇവർ 2 കൽപ്പിച്ച് ആദ്യ സീസൺ എടുക്കുന്നു, എയർ ചെയ്യുന്നു, 1 ഹിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ ടോപ്പ് ഡയറക്ടേഴ്സ് ലിസ്റ്റിലോട്ട് ഇവരങ്ങ് കയറി. സ്ട്രേഞ്ചർ തിങ്സിന്റെ അടുത്ത സീസൺ വരുന്നുണ്ട്, ഫൈനൽ സീസൺ ആണ്. സോ അവർ ആ ഒരു പണിഞ്ഞെടുത്ത ആ ഒരു സാധനം എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് കണ്ടറിയണം.